നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫർമാറ്റിക്സിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, ഈ പേപ്പർ നമ്മൾ പാസ്സാവാൻ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓൾറെഡി പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സാം എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ ഓരോ പോയിൻറ്റ്സും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞ് നിങ്ങൾ എക്സാമിനൊന്ന് പ്രിപ്പയർ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഒരു വീഡിയോ കൊണ്ടുള്ളത്. ഇൻഫർമാറ്റിക്സ് പൊതുവേ ഒരു എളുപ്പമുള്ളൊരു പേപ്പറായിട്ടാണ് കാണുന്നത്. കാരണം കമ്പ്യൂട്ടറിൻ്റെ വളരെ ബേസിക് ആയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിന് പഠിക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ ലോക്കലൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് കൂടെ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ലോക്കലൈസേഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ബേസിക് ആയുള്ള കാര്യങ്ങളും ഈ ലോക്കലൈസേഷനുമാണ് മെയിനായിട്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. അപ്പോൾ ഓരോ പോയിൻറ്റ്സ് എഴുതുന്ന സമയത്ത് പ്രത്യേകിച്ച് എസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കമ്പോണൻസ് ഓഫ് CPU ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എസ് എ ചോദിക്കുന്നതാണ്. 15 മാർക്കിൻ്റെ എസ് എ ആണ് നോർമലി ചോദിക്കാറ്. അപ്പോൾ എസ് എ എഴുതുമ്പോൾ ഒരു 3 ഷീറ്റ്സ് എങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എഴുതുമ്പോൾ വിത്ത് ഫിഗർ വേണം നമ്മൾ ഈ കമ്പോണൻസ് ഓഫ് CPU എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഫിഗർ വരയ്ക്കുക, ഓരോ കമ്പോണൻസും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിതിൽ കുറച്ച് സെലക്റ്റഡ് ആയുള്ള ടോപ്പിക്സ് എടുത്തിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെലക്റ്റഡ് ആയുള്ള ടോപ്പിക്സ് മാത്രം, സിലബസ് വൈസ് അല്ല ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നന്നായി കേട്ട് പഠിച്ചതിന് ശേഷം എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുക. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സാം കഴിഞ്ഞ് വന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മേജർ കമ്പോണൻസ് CPU 15 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് ഈ ഒരു ഫിഗർ വരച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഇൻപുട്ട് യൂണിറ്റും ഒരു ഔട്ട്പുട്ട് യൂണിറ്റും പിന്നെ ഒരു മെയിൻ മെമ്മറി യൂണിറ്റും ഇതിന് പുറമെ ALU കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞുള്ളൊരു ഏരിയയും. അപ്പോൾ നമ്മൾ CPUയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് കൊടുക്കുന്ന നമ്മൾ ഇൻപുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് കൊടുക്കുക. അതായത് കീബോർഡ്, മൗസ്, അങ്ങനെയുള്ള ഇൻപുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും അല്ലേ. ഒന്നുകിൽ സ്ക്രീനിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക, അല്ലെങ്കിൽ പ്രിൻ്ററോ ലൗഡ് സ്പീക്കറോ അത്തരത്തിലുള്ള ഡിവൈസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. ഇനി ചില സമയത്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു മെമ്മറി യൂണിറ്റ് വേണം. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നൊരു ഡിവൈസ് ആയിരിക്കാം ഈ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഏരിയയാണ്. ഇതിന് നമ്മൾ ALU അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയും. പിന്നെ ഓവറോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു യൂണിറ്റ് ഉണ്ട്, ഇതിനെ പറയുക കൺട്രോൾ യൂണിറ്റ് എന്നാണ്. ഇനി മേജർ കമ്പോണൻസ് CPUവിലെ 2 യൂണിറ്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. ബാക്കിയൊക്കെ നമ്മളെ പ്രീവിയസ് വീഡിയോസിലുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കണം. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, കമ്പ്യൂട്ടറിൻ്റെ ഒരു നെർവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫെച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഡാറ്റ ട്രാൻസ്ഫറൊക്കെ ഓരോ കമ്പോണൻസിലേക്കുമുള്ള ഡാറ്റ ട്രാൻസ്ഫറൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺട്രോളിൻ്റെ ഫംഗ്ഷൻ ശരിക്കും ഒരു 4 ഫംഗ്ഷനാണ് മെയിനായിട്ട് വരുന്നത്. 4 ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ആയിട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ്. നമ്മൾ എന്ത് ചെയ്യും, പ്രൈമറി മെമ്മറിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫെച്ച് ചെയ്തെടുക്കും. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക ഒരു പ്രത്യേക രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിൻ്റെ പേര് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ എന്നാണ്. ഈ രജിസ്റ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇൻസ്ട്രക്ഷൻസിന്, അതിനെ മുഴുവൻ ഫെച്ച് ചെയ്തെടുക്കും. പിന്നെ ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യും, അതിനെ ഫെച്ച് ചെയ്തെടുക്കും. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഓരോ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. കുറേ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ ആയിട്ട് മാറുന്നത്, മനസ്സിലായോ. അപ്പോൾ ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ്. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുമാണ്. അതിനുശേഷം അതിനെ എക്സിക്യൂട്ട് ചെയ്ത് ഏത് കമ്പോണൻസിലേക്കാണ് ഡാറ്റ പോകേണ്ടത് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാനേജ് ചെയ്യുന്നു. പിന്നുള്ളത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. ഡാറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്
മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കാം, ലോജിക് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കാം. മാത്തമെറ്റിക്കൽ മീൻസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഈ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മുടെ ALU ആണ്. ഇനി കുറച്ചും കൂടെ പവർഫുൾ ആയുള്ള CPU ആണെന്നുണ്ടെങ്കിൽ ഈ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, കുറച്ചും കൂടെ വലിയ ഓപ്പറേഷൻസ് ഒക്കെ, ബേസിക് ആണെന്നുണ്ടെങ്കിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പവർഫുൾ ആയാലും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ എക്സ്ട്രാ ഉള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പാരിസൺ, അതായത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ അത്തരത്തിലുള്ള കമ്പാരിസൺ ആണ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കീബോർഡിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വാർട്ടി കീബോർഡ് എന്താണെന്ന്. ക്വാർട്ടി കീബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കീബോർഡ് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും മുകളിലെ 6 ലെറ്റേഴ്സ് നമ്മൾ ഒരു ഓർഡറിൽ വായിച്ചു കഴിഞ്ഞാൽ QWERTY എന്ന് വരും. ഇതിനാണ് നമ്മൾ ക്വാർട്ടി കീബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ സിസ്റ്റത്തിലൊക്കെ ഉള്ള കീബോർഡാണ് ക്വാർട്ടി കീബോർഡ്. അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഓർഡറാണ് ആ ഒരു QWERTY എന്ന് പറയുന്നത്. ആ ഓർഡറിൽ വരുന്ന കീബോർഡിനെയാണ് ക്വാർട്ടി കീബോർഡ് എന്ന് പറയാം. അതിൽ എന്തൊക്കെ കീസ് ഉണ്ടായിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ക്വാർട്ടി കീബോർഡിൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ആൽഫബെറ്റ്സ് ഉണ്ട് അല്ലേ, പിന്നെ കുറേ സ്പെഷ്യൽ സിമ്പിൾസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ക്വാർട്ടി കീബോർഡിൽ ഉണ്ടായിരിക്കും. പിന്നെ എക്സാമിന് ചോദിച്ചു കണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട്സ് മൂർസ് ലോ. അതായത് ജോർഡൻ മൂർ എന്ന് പറഞ്ഞുള്ള ഒരാളുണ്ട്, ഇന്റലിൻ്റെ ഒരു കോ ഫൗണ്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലോയാണിത്. അതായത് ഡബിളിംഗ് ദ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എവറി 18 months വിൽ കണ്ടിന്യൂ ഇൻഫിനിറ്റ്ലി. അതായത് ഓരോ 18 മാസം കൂടുന്തോറും എന്ത് സംഭവിക്കുകയാണ്, കമ്പ്യൂട്ടർ സ്പീഡ് കൂടി വരികയാണ്. അത് എന്താണ്, നമ്മളൊരു കറക്റ്റ് ഒരു പ്രൂഫായിട്ടൊന്നും വന്ന കാര്യമൊന്നുമല്ല, പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനേക്കാൾ ഡബിൾ ഫാസ്റ്റായുള്ള സിസ്റ്റംസ് ഒരു 18 months കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. അതിലുള്ള കമ്പോണൻസും അതിനനുസരിച്ച് കൂടി വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഈ ജനറേഷൻസ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരു ഓവറോൾ സ്ട്രക്ചർ മാത്രം പറഞ്ഞുതരാം. ഇതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പോർഷൻസിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്നും നന്നായിട്ട് കേൾക്കുക. ഇതിനകത്ത് നമ്മൾ എഴുതേണ്ടത് 5 ജനറേഷൻസ് ആണ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഓരോ ജനറേഷനിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അടുത്ത ജനറേഷനിൽ സൈസിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രോസസ്സിംഗ് സ്പീഡിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. അത്തരം മാറ്റങ്ങളൊക്കെ നമ്മളെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാക്യൂം ട്യൂബ്സ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, അതിൽ നിന്ന് മാറി ട്രാൻസിസ്റ്റർ ആയതും IC ചിപ്പിലേക്ക് വന്നതും ഇതൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പറയണം. വീഡിയോ ഇതിൽ അവൈലബിൾ ആണ്, നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് എഴുതുക. അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു ജനറേഷൻ എന്തായാലും ചോദിക്കും. സെക്കൻഡ് ജനറേഷൻ്റെ അഡ്വാൻറ്റേജ് ആവാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ്റെ അഡ്വാൻറ്റേജ് ആവാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ജനറേഷനും ഡീറ്റെയിൽ ആയിട്ട് എഴുതാനൊക്കെ പറയും. അപ്പോൾ ഓരോ ജനറേഷനും എന്താണെന്ന് എഴുതുക, ആ ഓരോ ജനറേഷനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ലിസ്റ്റ് ചെയ്യുക. അങ്ങനെ 5 എണ്ണമാണ് നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത്. പിന്നെ ഓരോ ജനറേഷൻ എഴുതുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ അതിൻ്റെ ഇയർ എപ്പോഴാണ് എന്നുള്ളതും കൂടെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ സെക്യൂരിറ്റി ഇഷ്യൂസ് ഓൺ ദ ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റിൽ ഉണ്ടാവുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് കമ്പ്യൂട്ടർ വൈറസ് ആണ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോഗ്രാമാണ്. അത് ഇങ്ങനെ സിസ്റ്റത്തിൽ പെരുകിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു വൈറസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം അത് 2, 4 അങ്ങനെ ഇരട്ടി ആയിക്കൊണ്ടിരിക്കും. പിന്നുള്ളത് മാൽവെയർ, അഡ്വെയർ, സ്പൈവെയർ പ്രോഗ്രാംസ് ആണ്. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉണ്ട്. എ ട്രൂ വൈറസ് ക്യാൻ ഓൺലി സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ഒരു ട്രൂ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളൊരു ഫീച്ചർ എന്താണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ആവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ CD, DVD, USB ഡ്രൈവ് ഇത്തരത്തിലുള്ളതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒന്നിനകത്ത് വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറസ് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു പെൻഡ്രൈവിൽ വൈറസ് ഉണ്ട്, ആ പെൻഡ്രൈവ് നമ്മൾ മറ്റൊരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കൂടെ ആ വൈറസ് വരും എന്നുള്ളതാണ് ഒരു പ്രശ്നം.
അപ്പോൾ അത് അതിനകത്ത് കിടന്നിങ്ങനെ എന്ത് ചെയ്യും, കോപ്പി ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ യൂസ്ഫുൾ ആയുള്ള ഫയൽസിനെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. പിന്നെയുള്ള മാൽവെയർ ആണ്. മാൽവെയേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ വൈറസ്, വേംസ്, ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞതുണ്ട്, അതുപോലെ തന്നെ റൂട്ട് കിറ്റ്, സ്പൈവെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാൽവെയർ കാറ്റഗറിയിൽ പെടുന്നത്. ഇതിൽ വേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സ്പ്രെഡ് ആവുക തന്നെയാണ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി എന്താവും, നെറ്റ്വർക്ക്സിലൂടെയൊക്കെ സ്പ്രെഡായി പോകും. വേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻ്റർനെറ്റൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്താണ് മെയിനായിട്ട് വേംസ് എഫക്റ്റ് ആവുക. അത് ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ നെറ്റ്വർക്കിലൂടെ സ്പ്രെഡ് ആവുന്നതാണ്. അതുപോലെ ട്രോജൻ ഹോഴ്സ് ഉണ്ട്. അത് ഒരു പ്രോഗ്രാമാണ്, പക്ഷേ ആ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹാംലെസ് ആണെന്ന് തോന്നാം, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതാണെന്ന് തോന്നാം. പക്ഷെ നമ്മൾ ആ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. അത്തരത്തിൽ തന്നെയാണ് ട്രോജൻ എന്ന് പറയുന്നത്. ട്രോജനും കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ എല്ലാ ഡാറ്റയ്ക്ക് അല്ലെങ്കിൽ പെർഫോമൻസിനൊക്കെ പ്രശ്നം വരുത്തും. ഇനി വൈറസ് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് 2 വഴികളാണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസിങ് എ ലിസ്റ്റ് ഓഫ് വൈറസ് സിഗ്നേച്ചർ ഡെഫിനിഷൻസ്. വൈറസ് സിഗ്നേച്ചർ ഡെഫിനിഷൻസ് നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈറസിനെ ഒഴിവാക്കാം. അതായത് ഈ വൈറസ് സിഗ്നേച്ചർ ഡെഫിനിഷൻ നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ള വൈറസുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനെ ഡീൽ ചെയ്യും. രണ്ടാമത്തുള്ളത് ഒരു ഹ്യൂറിസ്റ്റിക് അൽഗോരിതമാണ്. അത് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ് എന്ന് പറയും. അത്തരത്തിലുള്ള ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈറസുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ക്രിപ്റ്റോഗ്രഫി. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡാറ്റ അയക്കുന്ന സമയത്ത് അത് വേറൊരാൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അതിനെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കും. ഇതിനെയാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫി, ഇങ്ങനത്തെ ഒരു ബ്രാഞ്ചിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബ്രാഞ്ചാണ് ഈ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോഡിലേക്ക് മാറ്റുക, മനസ്സിലായോ? ഒരു സെൻഡർ ഒരു റിസീവറിലേക്ക് ഡാറ്റ അയക്കുന്ന സമയത്ത് അവിടെ ഡാറ്റേനെ എന്ത് ചെയ്യുക, ഇടയിൽ വരുന്ന ആൾക്ക്, അതായത് ഒരു ഇൻട്രൂഡർ അല്ലെങ്കിൽ ഹാക്കർക്ക് മനസ്സിലാവാത്ത രീതിയിൽ അതിന് കോഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്രിപ്റ്റോഗ്രഫി. ആ ഒരു ബ്രാഞ്ചാണ് ക്രിപ്റ്റോഗ്രഫി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓൺലൈൻ എഡ്യൂക്കേഷൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓഡിയോ വീഡിയോ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് പേഴ്സണൽ കമ്പ്യൂട്ടറിലൂടെയോ മൊബൈൽ ഫോണിലൂടെയോ നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് വരെ ഇന്ന് അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോക്കുക. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ആഫ്രിക്ക, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് സ്റ്റാൻഫോർഡ്. പിന്നെ അതുപോലെ ഇന്ത്യയിലുള്ളത് നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി, AIIMS, IGNO, BITS, അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ. ഇനി ഇതിൽ വരുന്ന ഫോർമാറ്റുകൾ 5 ഫോർമാറ്റുകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അഡൾട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്. അതായത് ദ സ്ട്രെസ് ഹിയർ ഈസ് ഓൺ റൈസിങ് ഇല്ലിറ്ററസി ആൻഡ് ടീച്ചിങ് ലാംഗ്വേജ് സ്കിൽസ്. അതായത് സാക്ഷരത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഉള്ളൊരു ടൈപ്പാണ്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടിയുള്ളൊരു കാറ്റഗറിയാണ് ഇത്. ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൺ ക്യാമ്പസ് സെഷൻസിൻ്റെ കൂടെ, അതായത് ഡിഗ്രി പഠിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഓൺലൈൻ ക്ലാസ്സുകൾ വഴി വേറെ കോഴ്സുകൾ പഠിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റ്. ഓൺലൈൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബേസിക് ഡിഗ്രിയുടെ കൂടെ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് അത് കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓൺലൈൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇത് സാധാരണ ട്രഡീഷണൽ ഡിഗ്രി പോലെ തന്നെയാണ്. ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്ത് നമ്മുടെ ഫ്ലെക്സിബിളായുള്ള ടൈമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ളതൊക്കെ കിട്ടാൻ വേണ്ടിയുള്ളൊരു മെത്തേഡാണ് ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഓൺലൈൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഡിഗ്രി എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഓൺലൈൻ ഹയർ എഡ്യൂക്കേഷൻ. ഇനി അഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജ് ഒക്കെ പഠിക്കുക. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? സ്റ്റുഡൻസിന് വെബ് ബേസ്ഡ് റിസോഴ്സുകളെല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ്, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അസൈൻമെൻറ്റ്സ് വാങ്ങാനും അത് ചെയ്യാനും സബ്ജക്റ്റ് നോളജ് ഉണ്ടാക്കാനെല്ലാം പറ്റും. പിന്നെ സ്റ്റുഡൻസിന് അവരുടെ മെറ്റീരിയൽസ് ഏത് സമയവും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ മീഡിയ ഫോർമാറ്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്.
പിന്നെ നമ്മുടെ ലേണിംഗ് നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ ഏത് ലൊക്കേഷനിലായാലും ഓൺലൈൻ എഡ്യൂക്കേഷൻ തടസ്സം ഉണ്ടാവില്ല. ഡിസഡ്വാൻറ്റേജും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു സെൽഫ് ഡിസിപ്ലിൻ വേണ്ടതാണ്. കാരണം സ്വന്തമായി മാനേജ് ചെയ്താൽ മാത്രമാണ് ആ കോഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലും മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ കോഴ്സ് ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആയിപ്പോവും. അപ്പോൾ സെൽഫ് ഡിസിപ്ലിനാണ് ഇവിടെ ഏറ്റവും ആവശ്യം. പിന്നെ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ഒന്നും കിട്ടില്ല. പിന്നെ കോസ്റ്റ് കുറച്ചുകൂടെ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലൊരു ഇൻട്രാക്ഷനും കുറവ് വരാറുണ്ട്. പിന്നെ വളരെ ലിമിറ്റഡ് കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അതായത് ലാബെല്ലാം വേണ്ട കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇതുകൂടെ പഠിക്കാം. കമ്പ്യൂട്ടർ ലോക്കലൈസേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എന്താണെന്നുള്ളത് ഓടിച്ച് പറയാം. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അല്ലേ? പക്ഷേ ഇംഗ്ലീഷാണ് കുറച്ചും കൂടെ എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മളിപ്പോൾ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യുന്ന എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ലോക്കലിയുള്ള ആളുകൾക്ക് കൂടെ മനസ്സിലാവുക എന്നുള്ള രീതിയിൽ അഡോപ്റ്റ് ചെയ്തൊരു പ്രോസസ്സാണ് ലോക്കലൈസേഷൻ. അതായത് ഇന്ത്യനെ സംബന്ധിച്ചാണ് ഇന്ത്യയിൽ 30ഓളം റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. ഹിന്ദീനെ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ സ്ഥലത്തും അത് അത്ര പ്രാക്ടിക്കലായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എല്ലാ ലാംഗ്വേജിനും കൂടിയുള്ളൊരു കീബോർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായുള്ള കാര്യമാണ്. അത്രയും ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. CDT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിൽ കോമൺ ആൽഫബറ്റ് ഉണ്ടെങ്കിൽ പോലും ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. റഷ്യക്കും അതുപോലെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ്. ചൈനയുടെ കാര്യമാണെങ്കിലും അതെ, ചൈനീസാണ്. പക്ഷേ കമ്പ്യൂട്ടർ ലോക്കലൈസേഷൻ എഫക്റ്റീവാണ്. അവിടെയൊക്കെ എഫക്റ്റീവാണ്. കാരണം ഒരു ലാംഗ്വേജേ മെയിനായിട്ട് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ലോക്കലൈസേഷൻ എഫക്റ്റീവാണ്. ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ആളുകൾക്കും സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക, അവരുടെ ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക, അതിലേക്ക് കൊണ്ടുവരുന്നതിന് പറയുന്ന പേരാണ് ലോക്കലൈസേഷൻ എന്ന്. CDTൻ്റെ വർക്കായിട്ട് വരുന്നത് അവർക്കൊരു മലയാളം കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് ഉണ്ട്. അവർ ഒരുപാട് സോഫ്റ്റ്വെയർസൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനെല്ലാം വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിന് എന്ത് ചെയ്യുക, നമ്മുടെ ICT ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യിക്കുക എന്നുള്ളൊരു എയിമാണ് അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ലിസ്റ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. അക്ഷരമാല CD, 25 മലയാളം ഫോണ്ടുകളും 3 വെബ് ഫോണ്ടുകളും ഒക്കെയാണ് ഇതിൽ ഉള്ളത്. CDTൻ്റെയും CDACൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചറാണിത്. ഭരണ മലയാളം എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ സർക്കുലേഴ്സും അതുപോലെ തന്നെ ഗസറ്റ്സും ഒക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ നിള എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് മിഷൻ മലയാളം പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. മാത്രമല്ല ഇതിൽ നമ്മുടെ ടൈപ്പ് റൈറ്റർ, കീബോർഡ്, ഫോണറ്റിക്സ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒഫീഷ്യൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ലെറ്റേഴ്സിന് വേണ്ടിയിട്ടും നോട്ടീസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. പിന്നെ കാവേരിയാണ് നെക്സ്റ്റ്. അത് സെക്കൻഡ് ഫേസ് ഓഫ് മിഷൻ മലയാളമാണ്. ഇതിനകത്ത് സ്പെല്ലിങ് ചെക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ കൊടുത്തു. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പെല്ലിങ്ങും കൂടെ ചെക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ ഇതിനകത്ത് കൊടുത്തു. പിന്നെ എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ് ഓഫ് വിൻഡോസ്. വിൻഡോസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. വിൻഡോസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വേൾഡ് വൈഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന് ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇന്ന് വിൻഡോസ് മാറിയിട്ടുണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റ് ആണിത് സപ്പോർട്ട് ചെയ്യുന്നത്. ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനിയും കൂടെയാണ് മൈക്രോസോഫ്റ്റ്. ഓൺലൈൻ ബുക്ക് സ്റ്റോർസ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ആമസോൺ, eBay, അതുപോലെ തന്നെ ബുക്ക് ഫൈൻഡർ. ഈ ലിസ്റ്റിൽ കാണുന്ന എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എപ്പോഴും ലിസ്റ്റായിട്ട് തന്നെ എഴുതാം കേട്ടോ. പേപ്പറിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞാൽ ലിസ്റ്റായിട്ട് തന്നെ എഴുതാം. കോമറ്റ് എഴുതാതെ ലിസ്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ട് തോന്നുന്നില്ല. കാരണം നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ യൂസ്ഡ് ബുക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം. കുറച്ചും കൂടി വില കുറഞ്ഞ് നമുക്ക് ബുക്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ 24/7 എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ സ്പേസിൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമൻസും റിവ്യൂസും എല്ലാം ബുക്സിന് ഇടാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്ന അഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതുക. നെക്സ്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഉണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 4 ഫ്രീഡംസ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഫ്രീഡം 0, 1, 2, 3. ഫ്രീഡം 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി റൺ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ, നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നമുക്കൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഫ്രീഡം 0 എന്ന് പറയും. ഫ്രീഡം 1 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് ആ പ്രോഗ്രാമിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡെവലപ്പർ ആണെന്ന് വിചാരിക്കുക, അവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഫ്രീഡം 1 സപ്പോർട്ട് ചെയ്യും. ഫ്രീഡം 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോപ്പീസ് നമ്മുടെ നൈബേഴ്സിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഫ്രീഡം 3 എന്ന് പറയുന്നത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് ഇതിന് നമുക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കണം എന്നുണ്ട്, പബ്ലിക്കിലേക്കും കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ടൈപ്പാണ്. നമ്മൾ കുറേ മോഡിഫിക്കേഷൻസ് വരുത്തി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. സെർച്ച് എഞ്ചിനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെർച്ച് എഞ്ചിനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ സെർച്ച് എഞ്ചിനിൽ എന്ത് ചെയ്യും, ഓരോ കീവേഡ് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരെണ്ണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിറ്റ് എന്നാണ് പറയുക. അപ്പോൾ സെർച്ച് എഞ്ചിൻസ് പേര്, ഗൂഗിൾ, യാഹൂ പേരൊക്കെ ഇതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക. നിങ്ങളുടെ കമൻസ് താഴെ എക്സാം കഴിഞ്ഞതിന് ശേഷം അറിയിക്കുക.